ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതായത് നമ്മുടെ ശത്രു നമ്മൾ തന്നെയാണെന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും ശത്രുക്കളുണ്ടാവും അല്ലേ? ശത്രുക്കളില്ലാത്ത മനുഷ്യരുണ്ടാവുമോ? നമ്മൾ സ്വമേധയാണെങ്കിൽ ഇവനെൻ്റെ ശത്രുവാണ് അല്ലെങ്കിൽ അവളെൻ്റെ ശത്രുവാണെന്ന് വിചാരിക്കുന്നവരാണ്. അത് അങ്ങനെ വിചാരിക്കാണ്ട് നമ്മുടെ ശത്രു നമ്മളാണെന്ന് വിചാരിച്ചാൽ തീരാവുന്ന വിഷയമുള്ളൂ. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പോൾ ചിന്തിക്കേണ്ടാവും അതെങ്ങനെ എൻ്റെ ശത്രു ഞാൻ തന്നെയാവുന്നതെന്ന്. പറഞ്ഞുതരാം. സോ സിമ്പിൾ, വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമുക്ക് അച്ചീവ് ചെയ്യണം അല്ലെങ്കിൽ ഇന്നൊരു കാര്യം സക്സസ് ആവണം. PSC എക്സാം എഴുതുന്ന ആൾ, എനിക്ക് PSC എക്സാം സക്സസ് ആവണം, വിജയിക്കണം, അല്ലെങ്കിൽ എനിക്ക് കാറ് വാങ്ങണം, വീട് വെക്കണം, ജോലി കിട്ടണം, അങ്ങനെ ഓരോ കാര്യങ്ങളും, അങ്ങനെ ഒരു കാര്യം അച്ചീവ് ചെയ്യണം എന്ന് വിചാരിക്കുന്നവർ എന്ത് ചെയ്യും? അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്കിപ്പോൾ ഒരു ജോലി കിട്ടണം എന്നാണ് വിചാരിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? പഠിക്കുന്നുണ്ടാവും, പക്ഷേ എൻ്റെ നിയറസ്റ്റ് ക്ലോസ് ആയിട്ടുള്ള ഒരാളോട് അത് ഷെയർ ചെയ്യും. എനിക്ക് എക്സാം ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് പൈസ ഞാൻ ലോൺ എടുക്കുന്നുണ്ട്, വീട് വയ്ക്കാൻ വേണ്ടി ലോൺ എടുക്കാൻ പോവുകയാണ്, ഹൗസിംഗ് ലോൺ നോക്കുവാണ് എന്നൊക്കെ നമ്മളിങ്ങനെ അവരോട് ഷെയർ ചെയ്യും. ആ ഷെയർ ചെയ്യുന്നതാരാ? നമ്മളല്ലേ. അതാ പറഞ്ഞേ, നമ്മുടെ ശത്രു നമ്മൾ തന്നെയാണ്. നമുക്കൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ഒരാളോടും പറയാതിരിക്കുക. നമ്മൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അത് സക്സസ് ആയതിനു ശേഷം അല്ലെങ്കിൽ നമുക്ക് കിട്ടിയതിന് ശേഷം മാത്രം നമ്മൾ ഷെയർ ചെയ്യുക. മറിച്ച് ഷെയർ ചെയ്യാൻ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സക്സസ് ആവില്ല. ചിലപ്പോൾ എത്രയോ പെർസെൻറ്റേജ് സക്സസ് ആവുമായിരിക്കും, അതെനിക്കറിയില്ല. പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി സക്സസ് ആവാൻ ചാൻസ് കുറവാണ്. സോ നിങ്ങൾ സക്സസ് ആകാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നൈസായിട്ട് മിണ്ടാതിരിക്കുക, അതിനുവേണ്ടി നന്നായി കഷ്ടപ്പെടുക. ലാസ്റ്റ് അതങ്ങ് സക്സസ് ആയി കഴിയുമ്പോൾ എല്ലാവരും അറിഞ്ഞോളൂന്നേ. ഈ ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിലും അല്ലെങ്കിൽ ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന അന്നേരം അറിഞ്ഞാൽ പോരെ, അതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഒരു ചെറിയ കാര്യം പറയാം എന്ന് വെച്ച് വന്നതാണ്. അപ്പം നമ്മുടെ ശത്രു നമ്മൾ തന്നെയാണ്. ചിന്തിക്കുക, ദെൻ മൂവ് ചെയ്യുക. ബൈ ബൈ, നെക്സ്റ്റ് ഡേറ്റ് കാണാം കേട്ടോ.